ഹായ് ഫ്രണ്ട്സ്, റുവ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കിഡിലിൻ സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരും ഒരു പച്ചമുളക് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള പല്ലി പാറ്റ ശല്യങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് 100% എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കിഡിലിൻ ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഉള്ളിൻ്റെ തോലാണ് കേട്ടോ. അത് നമ്മൾ സവാളിൻ്റെ തോല്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേസ്റ്റാക്കി എടുക്കാറില്ല. അതൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ ഉപയോഗിച്ച് നാരങ്ങയുടെ തോല് ഇട്ട് കൊടുത്താലും മതി. പിന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ 2 പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കണം. എരിവിലുള്ളതാണെങ്കിൽ ഒന്നോ ഒക്കെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ അനുസരിച്ചിട്ട് നമ്മൾ പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളീൻ്റെ തോലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ 2 വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളകിൻ്റെ ആ ഒരു തണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാൻ പാകത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു ഉള്ളിൻ്റെ പച്ചമുളകിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു നീര് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ ഇടണം, എന്നാലുള്ള അതിൻ്റെ നീരൊക്കെ പെട്ടെന്ന് തന്നെ അതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു സൊല്യൂഷൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു മീഡിയം ചൂടിൽ തന്നെ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഹോൾസ് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഒരു പഴയ അരിപ്പ വെച്ചിട്ട് ഞാനിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ തന്നെ ഈ ഒരു സൊല്യൂഷൻ എടുത്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ പല്ലിശല്യം ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു പല്ലീൻ്റെയും അതുപോലെ തന്നെ പാറ്റയുടെയൊക്കെ ശല്യം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 100% ഇത് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഞാനിതൊന്ന് കൗണ്ടർ ടോപ്പ് കൂടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ക്ലോത്ത് വെച്ച് ഇതൊന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികളുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാത്ത രീതിക്ക് നമ്മളിതൊന്ന് മാറ്റി വെക്കണം. കാരണം നമ്മൾ അതിൽ മുളക് ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയൊക്കെ അവരുടെ കയ്യിലും കണ്ണിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെടുത്ത് നോക്കുമല്ലോ, അപ്പോൾ അതിന് കിട്ടാത്ത ഭാഗത്തൊക്കെ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, കുട്ടികളുള്ള വീടാണെങ്കിൽ. എന്നാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അതിന് പകരം നിങ്ങൾ അതിലേക്ക് ഏതെങ്കിലും ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ലൊരു ടിപ്പായിട്ട് വരാം. താങ്ക്